ഒരു തെരഞ്ഞെടുപ്പിൽ അന്ന് പരാജയപ്പെട്ടത്. അന്ന് 5 അപരന്മാരുണ്ടായിരുന്നു. അപരന്മാരെ കൂടി എനിക്ക് ഒന്ന് 10,000-ന് മുകളിൽ വോട്ട് പിടിച്ചു. അതിവിടെ 2 മുഹമ്മദ് റിയാസ്മാരുണ്ട്. ബേപ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി പോകുന്നവരാണ്. അപ്പോൾ അതൊന്നും പ്രബുദ്ധരായ വോട്ടർമാരാണ്. ഇതൊന്നും വോട്ടർമാർ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളല്ല. അതിനൊന്നും ഞാൻ പൊതുവെ മറുപടി അറിയില്ല. വേറെ ഞാൻ പറഞ്ഞല്ലോ, അതിന് മറുപടി പറഞ്ഞല്ലോ. പിന്നെ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് ചോദിക്കാം. അതൊരിക്കലും യോജിക്കാൻ പറ്റില്ല. ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അതൊന്നും. ഈ വ്യക്തിഹത്യയും ഇത്തരം പ്രചരണങ്ങളൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ വിയോജിപ്പുണ്ടാകാം. പക്ഷേ അദ്ദേഹം ഒരു ബഹുമാന്യനായ വ്യക്തിത്വമാണ്. ഒരിക്കലും ഒരാളോടും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല, അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതൊരു ശരിയായ രീതിയല്ല. ഒരിക്കലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ശക്തമായ നിലപാട് അത്തരം വിഷയങ്ങളിൽ പൊതുവേ സ്വീകരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. നിയമപരമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും സംസ്ഥാന നേതാക്കന്മാർ. അതുപോലെ തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടായേക്കാം, അത് രാഷ്ട്രീയമായ വിയോജിപ്പുകളായിട്ട് പോകാം. പക്ഷേ ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ചില കൈവിട്ട വാക്കുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ പോകുന്നുണ്ട്. ചെറ്റ, അതുപോലെ തന്നെ അരസംഗി, അതൊക്കെ മാറ്റേണ്ടതല്ല. ഇങ്ങനത്തെ ഒരു മോശമായൊരു ട്രെൻഡ് വരും. മുഖ്യമന്ത്രി ഇന്നലെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് വിവാദമായി. അറിയില്ല, എന്താ സംഭവം അറിയില്ല. ഈ വികസനം അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയാവാറുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വികസനം വലിയ നിലയിൽ അനുകൂലമായിട്ടാണ് കാണുന്നത്. വോട്ടർമാരെ കാണുമ്പോൾ പ്രധാനമായ ആളുകൾ ഈ വികസനമാണ് പറയുന്നത്. ഇപ്പോൾ ഈ മണ്ഡലത്തിലൊക്കെ ആണെങ്കിൽ വികസന പ്രവർത്തനത്തെ വലിയ നിലയിൽ സഹായിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.